എല്ലാവർക്കും നമസ്കാരം കേട്ടോ. ഞാനിപ്പോൾ നിൽക്കുന്നതേ നമ്മുടെ ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൻ്റെ അടുത്താണ്. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ തൊഴാൻ വേണ്ടി മാത്രമല്ല. ഇവിടെ ഇരിഞ്ഞാലക്കുട നമ്മുടെ ഒരു പള്ളിയുണ്ട്, സീറോ മലബാർ സഭയുടെ സെൻറ്റ് തോമസ് പള്ളി. അവിടെ ഇന്ന് പിണ്ടിപ്പെരുന്നാളാണ്. അപ്പോൾ അമ്പലത്തിൽ വന്ന് ജസ്റ്റ് ഒന്ന് തൊഴുതിട്ട് പിണ്ടിപ്പെരുന്നാൾ കൂടി കണ്ടിട്ട് പോകാം എന്ന രീതിയിലാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മുടെ ഇരിഞ്ഞാലക്കുട ടൗണിൻ്റെ ഹൃദയഭാഗമാണത്, ബസ് സ്റ്റാൻഡ് പരിസരമാണ്. ഇവിടെ നിന്ന് ഒരു 1.5 കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ പിണ്ടിപ്പെരുന്നാളാവും. പിണ്ടിപ്പെരുന്നാളിന് കുറേയധികം പ്രത്യേകതകളുണ്ട്. അത് ഞാൻ ഈ വീഡിയോയിൽ മാക്സിമം പറഞ്ഞു തരാൻ ശ്രമിക്കാം. ആദ്യത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ പിണ്ടിയാണ്. ഈ പിണ്ടി എന്ന് പറയുന്നത് വാഴപ്പിണ്ടിയിൽ അലങ്കരിച്ച് വെച്ചിട്ടുള്ളതാണ്. ഇങ്ങനെ വാഴപ്പിണ്ടികൾ നിറയെ ഈ പ്രദേശത്തുണ്ടാവും, അലങ്കരിച്ച വാഴപ്പിണ്ടികൾ. അതിൽ എന്താ പറയുക, പല രീതിയിൽ അങ്ങനെ അലങ്കരിച്ച് വെക്കും. അതിൻ്റെ ഒരു വെർഷനാണിത്. ഇത് കഴിഞ്ഞാൽ പിന്നെ ഓരോ വീടിൻ്റെ മുമ്പിൽ നമുക്ക് പോയാൽ കാണാൻ പറ്റും പിണ്ടികളുടെ പല രീതിയിലുള്ള അലങ്കാരങ്ങൾ. പക്ഷെ ഇപ്രാവശ്യം വേറെ സംഭവം ഉണ്ടായി. ഞാൻ നോക്കുമ്പോൾ എന്താ പറയുക, വലിയ പിണ്ടികൾ വരാറുണ്ട്. അതായത് വലിയ വാഴകളുടെ, കാട്ടുവാഴകളുടെ വലിയ പിണ്ടി ശേഖരിച്ച് കൊണ്ടുവന്ന് ഓരോ വീടുകളുടെ മുന്നിലൊക്കെ വെക്കാറുണ്ട്. പക്ഷെ ഇപ്രാവശ്യം അത് ഞാൻ കണ്ടില്ല. സത്യം പറഞ്ഞാൽ അത് കണ്ടിട്ട് കൂടിയാണ് ഞാനിത് ഷൂട്ട് ചെയ്യാൻ വരാമെന്ന് വിചാരിച്ചത്. കഴിഞ്ഞ വർഷം വന്നപ്പോൾ ഞാനത് കണ്ടിരുന്നു. പക്ഷെ ഇപ്രാവശ്യം വന്നപ്പോൾ അത് കാണാനായിട്ട് എനിക്ക് സാധിച്ചില്ല. അതാണ് മെയിനായിട്ട് ഉണ്ടായത്. ഇത് എന്ന് പറയുന്നത് നമ്മുടെ ഇതാണ്, എന്താ പറയുക, സ്വർണ്ണക്കുരിശാണ്. സ്വർണ്ണക്കുരിശ് ഇന്ന് രാത്രി എടുത്ത് പ്രദക്ഷിണത്തിന് പോവാനുള്ളതാണ് കേട്ടോ. ഇതൊരു രസകരമായ സംഭവമാണ്. രാത്രി വന്നു കഴിഞ്ഞാൽ നമുക്കത് കാണാൻ പറ്റും. ഇന്ന് രാത്രി എനിക്കത് കാണിച്ചു തരാൻ പറ്റുമെന്ന് അറിയില്ല. കാരണം ഞാൻ രാത്രി ആകുമ്പോഴേക്കും രാത്രി ആകുമ്പോഴേക്കല്ല, കുറച്ച് കഴിഞ്ഞാൽ തിരിച്ചു പോകും. നമ്മുടെ പള്ളി പെരുന്നാളിൻ്റെ പന്തലാണ് മുമ്പിൽ കാണുന്നത്. ഈ പന്തലിൻ്റെ അടുത്ത് വന്നുള്ള വീഡിയോ സത്യം പറഞ്ഞാൽ ഞാൻ എഡിറ്റ് ചെയ്യാൻ സമയത്ത് എനിക്ക് നഷ്ടമായി. അത് തിരിച്ച് കിട്ടിയില്ല. അതിൻ്റെ ഒരു വിഷമത്തിലാണ്. ഇത് സ്കൂളുകളിൽ വന്നിട്ട് നമ്മുടെ ചെണ്ടമേളക്കാർ വിശ്രമിക്കുന്നൊരു രംഗമാണ്. പള്ളിയുടെ അടുത്തുള്ളൊരു സ്കൂളാണ് കേട്ടോ. അവിടെ ചെണ്ടമേളക്കാർ വന്ന് വിശ്രമിക്കുകയാണ്. അവർ കുറച്ച് ഇടവേള പരിപാടിക്ക് മുമ്പേ ഇവരൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇത് ടാണാവ് ജംഗ്ഷനാണ്. തൃശ്ശൂരിൽ നിന്ന് കൊടുങ്ങല്ലൂർ പോകുമ്പോൾ ഇരിഞ്ഞാലക്കുട ടാണാവ് ജംഗ്ഷൻ എന്ന് പറയും. ആ സ്ഥലമാണ് ഈ അരങ്ങട്ട് അലങ്കരിച്ച് വെച്ചിരിക്കുന്നത്. പിന്നെ ഇത് കരിമ്പാണ് കേട്ടോ. കരിമ്പ് എല്ലാ പള്ളിപ്പെരുന്നാളിലും, അതായത് തൃശ്ശൂർ മാത്രമല്ല, നമ്മുടെ കേരളത്തിലത്തെ എല്ലാ പള്ളിപ്പെരുന്നാളിലും ഒരു മുഖ്യ ഘടകമാണ് കരിമ്പ്. ഇവിടെ നിന്ന് കുറച്ച് പോയി കഴിഞ്ഞാൽ നമ്മുടെ പള്ളിയായി. ഇതാണ് നമ്മുടെ പള്ളി. ഈ പള്ളിക്ക് വളരെയധികം പ്രത്യേകതകളുണ്ട്. പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ പഴയ പള്ളിയാണ്. അതായത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഇതേപോലത്തെ വളരെ പഴക്കം ചെന്ന അതിഗംഭീരമായ പ്രൗഢിയുള്ള കുറേയധികം പള്ളികളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒന്നും നമുക്കത് കാണാൻ പറ്റില്ല. കാരണം അതെല്ലാം എന്താ പറയുക, പുതുക്കി പണിത് പുതിയ പള്ളികളാക്കി മാറ്റി. ഈ ഇരിഞ്ഞാലക്കുട പള്ളി മാത്രം, എൻ്റെ ഓർമ്മയിൽ ഇരിഞ്ഞാലക്കുട പള്ളി മാത്രമാണ് ഇത്രയും പ്രൗഢിയിൽ, പഴയ പ്രൗഢിയിൽ നിൽക്കുന്ന പള്ളി. അതിന് നമുക്ക് ഇരിഞ്ഞാലക്കുടക്കാർക്ക്, ഈ ഇടവകക്കാർക്കൊരു വലിയ കൈയ്യടി കൊടുക്കണം. അവർ അതിൻ്റെ പ്രൗഢി ഒട്ടും നശിക്കാതെ അത്രയും നല്ല രീതിയിൽ കെയർ ചെയ്തിട്ട്, ഈ ഇരിഞ്ഞാലക്കുട ഇടവക എന്ന് പറഞ്ഞാൽ തൃശ്ശൂരത്തെ വമ്പൻ കാശുകാരുടെ ഒരു ഇടവകയാണ്. അത്രയും കാശുകാരും ഉള്ള ഒരു ഇടവകയാണ്. അവർക്ക് ആകാശം മുട്ടുള്ള പള്ളി പണിയാൻ കഴിയാഞ്ഞിട്ടല്ല, പക്ഷെ അവരുടെ ചിന്തയിൽ ഈ പ്രൗഢി ഒരിക്കലും തിരിച്ചു കിട്ടില്ല. അതുകൊണ്ട് അവർ ഈ പള്ളീനെ അതേപോലെ തന്നെ ഒരുക്കി നിർത്തിയിരിക്കുകയാണ്. നമ്മുടെ മാതാവിൻ്റെ തിരുസ്വരൂപം ഇവിടെ ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് വന്നുകൂടെ പ്രാർത്ഥിച്ചു. എന്താ, നമുക്ക് അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒന്നാണ്. അത് കൊടുങ്ങല്ലൂർ അമ്മയായാലും എല്ലാം ഒന്ന് തന്നെയാണ്. അങ്ങനെ പള്ളിയുടെ മുമ്പിലേക്ക് ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. ഇവിടെ നിന്ന് കുറച്ച് നീങ്ങി കഴിഞ്ഞാൽ ഒരു ബാൻഡ് സെറ്റിൻ്റെ കാര്യമൊക്കെ നടക്കുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് അവിടെ പോയിട്ടൊന്ന് കണ്ടുവരാം.
നമുക്കൊന്ന് പള്ളിയുടെ ഉള്ളിലൊന്ന് പോയിട്ട് പ്രാർത്ഥിച്ച് വരാം. ഉള്ളിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ജസ്റ്റ് എന്തായാലും ഒന്ന് ഉള്ളിൽ പോയിട്ട് വരാം കേട്ടോ. കൂട്ടുകാരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് ഇരിഞ്ഞാലക്കുട പള്ളിയുടെ മുമ്പിലാണ്. ഞാൻ പള്ളിയുടെ ഉള്ളിൽ കയറി കുറച്ച് നേരം ഒന്ന് പ്രാർത്ഥിച്ചു, ഷൂട്ട് ചെയ്തു. എനിക്ക് പ്രതീക്ഷ ഉണ്ടാകുന്നില്ല ഉള്ളിൽ കയറി ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുള്ളത്. പക്ഷേ എനിക്ക് സാധിച്ചു ഉള്ളിൽ കയറി ഷൂട്ട് ചെയ്യാനായിട്ട്. എന്തായാലും നല്ലൊരു അനുഭവമായിരുന്നു. ഇനി നമുക്ക് രാത്രി വരാം. രാത്രി ഇവിടെ എന്താ നടക്കുന്നതെന്ന് നമുക്കറിയണ്ടേ. അപ്പോൾ രാത്രി വരാം, രാത്രിയുടെ പരിപാടികൾ നമുക്ക് കാണാം. അതുവരെ നമുക്ക് കുറച്ച് നേരം ഒന്ന് ബ്രേക്ക് എടുക്കാം. ഞാൻ ഈ പരിസരത്തൊക്കെ തന്നെ ഉണ്ടാവും. എനിക്കിന്ന് ഇവിടുന്ന് കുറച്ച് കൂട്ടുകാരെ കിട്ടിയിട്ടാ. അടിപൊളി 2-3 കൂട്ടുകാരെ കിട്ടി. അതിൽ ആ പിങ്ക് ഡ്രസ്സിട്ട പെൺകുട്ടിയില്ലേ, ആ രണ്ടാമത് നിൽക്കുന്നത്, ആ കുട്ടി എൻ്റെ കൂട്ടുകാരൻ്റെ മകളാണ്. കൂട്ടുകാരൻ രാത്രി വിളിച്ചപ്പോഴാണ് ആ കാര്യം മനസ്സിലാവുന്നത്. അവർക്ക് മുമ്പിൽ ഷൂട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് എടുത്താണ്. ഈ 2 ബിരുദന്മാരുണ്ടല്ലോ, ഈ 2 വെള്ള ഷർട്ടും കറുത്ത ഷർട്ടും, ഇവന്മാർക്ക് വീണ്ടും അഭിനയിക്കണമെന്ന് പറഞ്ഞിട്ട് എന്നെ പിടിച്ചിരുത്തി. അതിൽ ആ കറുത്ത പെനിയിട്ടോനെ ഭയങ്കര നാളായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾ ഭയങ്കര ഹീറോ പോലെ അടിപൊളിയായി ചുള്ളമണി. ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങി, രാത്രിയായപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി. പുറത്തെ കാഴ്ചകളൊന്ന് കണ്ടിട്ട് തിരിച്ച് പള്ളിയിലേക്ക് തന്നെ വരാമെന്നുള്ള രീതിയിൽ ഞാൻ പുറത്തിറങ്ങിയതാണ്. നല്ല രസകരമായിട്ട് ലൈറ്റൊക്കെ ഇട്ട് റോഡൊക്കെ നല്ല രീതിയിൽ അലങ്കരിച്ചിട്ടുണ്ട്. ആളുകളൊക്കെ പള്ളിയിലേക്ക് വന്നു തുടങ്ങി. രാത്രിയാകുമ്പോൾ കണ്ടമാനം ആൾക്കാർ വരും. നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല, അത്രയും ആൾക്കാർ ഒഴുകിയെത്തുന്നൊരു പള്ളിയാണ്. പക്ഷെ എനിക്കത് ഷൂട്ട് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം എനിക്ക് രാത്രി എന്താ പറയുക, വണ്ടി ഓടിക്കില്ല ഞാൻ. അതുകൊണ്ട് എനിക്ക് ബസ് യാത്രക്കാരനാണ്. ബസ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എൻ്റെ യാത്രകൾ മുഴുവൻ. അതുകൊണ്ട് എനിക്ക് തിരിച്ച് ആ ബസ്സൊക്കെ നിൽക്കുന്നതിന് മുമ്പേ പോകണം. കുറച്ച് കഴിഞ്ഞ് ഇവിടെ ഭയങ്കര ബ്ലോക്കായിരിക്കും. അത്രയും തിരക്ക് വരുന്ന പള്ളിയാണ്. ഇവിടുത്തെ വേറൊരു പ്രത്യേകതയാണ്, DJ-കളുണ്ടോ, ചെറിയ ചെറിയ DJ സെറ്റ് ചെയ്തിട്ടുണ്ട് റോഡ് മുഴുവൻ. അതൊക്കെ ഒരു 9 മണി 10 മണി ആകുമ്പോൾ ഒക്കെ ആക്റ്റീവ് ആവും. നിറയെ ആൾക്കാർ വരും. ഇവിടെ മുഴുവൻ ഡാൻസും പിള്ളേരുടെ ഡാൻസും അത്ര രസകരമായൊരു സംഭവമായിട്ട് ഇവിടെ മാറും. ഇരിഞ്ഞാലക്കുട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ജനങ്ങളും എത്തും. അതായത് മത ജാതി ഭേദമെന്ന് എല്ലാവരും, എല്ലാ പ്രായക്കാരും, എല്ലാ ജനങ്ങളും എത്തുന്ന ഒരു സ്ഥലമാണ് ഇരിഞ്ഞാലക്കുട. ഇപ്പോൾ തന്നെ മുമ്പിൽ നടക്കുന്നത് ഒരു സൗഹൃദ കൂട്ടായ്മയാണ്. അതിൻ്റെ ഒപ്പം ഒരു പഞ്ചവാദ്യം നടക്കുന്നുണ്ട്. കാണേണ്ട കാഴ്ചകളാണ്. നിറയെ ആൾക്കാരാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ആ കാഴ്ചകളെ ഒപ്പിയെടുക്കാൻ സാധിച്ചു എന്ന് വരില്ല. അതിനെന്നോട് ക്ഷമിക്കുക കേട്ടോ. അടുത്ത പ്രാവശ്യം നമുക്ക് ഒന്നുകൂടി നല്ല രീതിയിൽ ചെയ്യാൻ ഞാൻ ശ്രമിക്കാം. ഇപ്പോൾ വന്നിരിക്കുന്നത് ഞാൻ ബസ്സിലാണ്. അതുകൊണ്ട് എനിക്ക് തിരിച്ച് പോയേ തീരൂ. അതാണ് എന്നെ അലട്ടുന്ന ഏക ഒരു പ്രശ്നം. ഇപ്പോൾ വീണ്ടും ഞാൻ തിരിച്ച് പള്ളിയുടെ അടുത്തെത്തി. ഇത് പള്ളിയുടെ മുമ്പിലുള്ള ചെറു കച്ചവടക്കാരാണ്. അവരൊക്കെ വലിയ പ്രതീക്ഷയിലാണ്. കാരണം ജനങ്ങൾ കണ്ടമാനം ഒഴുകിയെത്തുമല്ലോ. നല്ല രീതിയിൽ തന്നെ ഇവർക്ക് നല്ലൊരു ബിസിനസ് കിട്ടും. അത് യാതൊരു സംശയവും വേണ്ട. അത്രയും ജനങ്ങൾ ഒഴുകിയെത്തുന്ന ഒരു സ്ഥലമാണ് ഈ ഇരിഞ്ഞാലക്കുട പള്ളി എന്ന് പറയുന്നത്. പള്ളിയിൽ ലൈറ്റൊക്കെ ഇട്ടു. നല്ല അടിപൊളിയായിട്ട് ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ല ഭംഗിയിലുണ്ട്. നല്ല ഭംഗിയുണ്ട്. നമുക്ക് അടുത്ത് പോയി നോക്കാം. ഈ കാണുന്ന ബജിക്കടനെ ഞാൻ കുറച്ച് നേരത്തെ വന്ന് ബജി കഴിച്ചിരുന്നു. നല്ല ചൂട് ബജി, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ചൂട് ബജി. ഇത് ഇങ്ങനത്തെ കടയിലൊക്കെ കാണുമ്പോൾ ഒന്ന് കയറി കഴിച്ച് നോക്ക്, നല്ല രസമുണ്ടാവും. പള്ളിയുടെ മുമ്പിലേക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് കിടക്കാൻ പോവാണ്.
ഈ ബലൂൺ കണ്ട, ഈ രാത്രി ബലൂൺ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. നിറയെ ആൾക്കാർ വിൽക്കാൻ വന്നിട്ടുണ്ട് ഈ ബലൂൺ. പിള്ളേരൊക്കെ ഇഷ്ടംപോലെ മേടിച്ച് പോകുന്നുണ്ട്. ഈ ബലൂൺ നന്നായിട്ട് വിറ്റ് പോകും, യാതൊരു സംശയം വേണ്ട. നല്ല ഭംഗിയുള്ള ബലൂണാണ് കേട്ടോ. നല്ല രസമാണ് കാണാനായിട്ട്. രാത്രി ഇതിങ്ങനെ ലൈറ്റ് ഇങ്ങനെ മിന്നി മിന്നി നിൽക്കുന്നത് കാണാൻ നല്ല രസമാണ്. നിറയെ വന്നിട്ടുണ്ട് ഈ ബലൂൺ. നിറയെ ഈ പള്ളിയുടെ പരിസരം മുഴുവൻ ഈ ബലൂണാണ്. ഒരു സുന്ദരി കുട്ടി കണ്ട, അവളുടെ ചിരി കാണാൻ നല്ല ഭംഗിയുണ്ട്. നല്ല സുന്ദരി കുട്ടി അല്ലേ? നോക്കിയേ അവളുടെ ചിരി നോക്കിയേ. പള്ളിയുടെ മുമ്പിലേ ഒരു കൽക്കുരിശുണ്ട്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ലൈറ്റൊക്കെ ഇട്ട് നല്ല സുന്ദര കുട്ടപ്പനൊക്കെ നിർത്തിയിട്ടുണ്ട് കൽക്കുരിശനെ. നല്ല രസമുണ്ട് കാണാനായിട്ട്. അതേപോലെ പള്ളിയും നല്ല രീതിയിൽ അലങ്കരിച്ച് എന്താ പറയുക, ലൈറ്റ് അറേഞ്ച്മെൻ്റ് കൊണ്ട് അടിപൊളിയായിട്ട് LED ലൈറ്റ് കൊണ്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാനായിട്ട് കേട്ടോ. അപ്പോൾ പ്രദക്ഷിണം തുടങ്ങാറായിട്ടുണ്ട്. ഞാൻ നോക്കുമ്പോൾ അവിടെ പ്രദക്ഷിണം തുടങ്ങിയിട്ടില്ല, പക്ഷെ തുടങ്ങാറായിട്ടുണ്ട്. അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൾക്കാർ വന്നു, പൊൻകുരിശുകൾ വന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് അവരൊന്ന് പോയി കാണാം ആരൊക്കെ ഉണ്ട് എന്നുള്ളത്. എൻ്റെ ആരെങ്കിലും പരിചയക്കാരുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം. എൻ്റെ വീടിൻ്റെ അടുത്തുനിന്ന് ഏകദേശം ഒരു 25 കിലോമീറ്റർ മാറിയിട്ടാണ് ഈ പള്ളി നിലനിൽക്കുന്നത്. ആരെങ്കിലും കാണുമെന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷേ ആരും കണ്ടില്ല. ഇതൊക്കെ ഇരിഞ്ഞാലക്കുടക്കാർ മാത്രമാണ്. അറിയുന്ന ആൾക്കാർ ആരും കണ്ടില്ല. എല്ലാവരും പ്രദക്ഷിണം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. അതിൻ്റെ തിരക്കുകളാണ് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. വാദ്യക്കാർ വന്നിട്ടുണ്ട്, പഞ്ചവാദ്യക്കാരും അതേപോലെ ബാൻഡ് മേളക്കാരും എല്ലാം വന്നിട്ടുണ്ട്. പ്രദക്ഷിണം കുറച്ചും കൂടി സമയം എടുക്കുമെന്ന് കണ്ടപ്പോൾ ഞാൻ ഒന്നും കൂടിയും പുറത്തേക്ക് വന്നു. പുറത്തെന്ന് പറഞ്ഞാൽ പള്ളിയിലെ ആ പ്രദക്ഷിണത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ വന്നു. ഇത് പുറത്തുള്ളൊരു പന്തലാണ്, പുറത്തിട്ടുള്ള പന്തലാണ്. അത് ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തു. അത് ഞാനിപ്പോൾ ഈ പള്ളിയുടെ അകത്തുനിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ വളരെ ഭംഗിയാണ്. അത് ഞാനിപ്പോഴാണ് കണ്ടത്. ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് ഞാൻ ജസ്റ്റ് ഉള്ളിലേക്ക് കയറിയപ്പോൾ പ്രദക്ഷിണം തുടങ്ങാനുള്ള എല്ലാ സെറ്റപ്പും ആയിട്ടുണ്ട്. ഏകദേശം 90% ആയിട്ടുണ്ട്. ഇപ്പോൾ ദേ പ്രദക്ഷിണം തുടങ്ങിയിട്ടാ. പ്രദക്ഷിണം തുടങ്ങി. നമുക്ക് പ്രദക്ഷിണം കാണാം, നമുക്ക് ഒരുമിച്ചിരുന്ന് കാണാം. കൂടുതലായിട്ട് എനിക്ക് ഈ ചടങ്ങുകളെ കുറിച്ചിട്ട് പറഞ്ഞു തരാൻ അറിയില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഇരുന്ന് പ്രദക്ഷിണം കാണാം. പ്രദക്ഷിണം കണ്ടു കഴിഞ്ഞതോടു കൂടി നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. ഇഷ്ടമായെങ്കിൽ എന്നൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇത് ഇരിഞ്ഞാലക്കുട പള്ളി ഒരു പ്രാവശ്യമെങ്കിലും വന്ന് കാണേണ്ടതാണ്. പഴമയുടെ പ്രൗഢിയുള്ള പള്ളി എന്നും നിലനിൽക്കട്ടെ. ഇതേ രൂപത്തിൽ തന്നെ ഇതിൻ്റെ ആ പ്രൗഢി നിലനിർത്തിക്കൊണ്ട് ഇരിഞ്ഞാലക്കുട ഇടവകക്കാർ ഇതിനെ സംരക്ഷിച്ച് പോരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുകയാണ്. ഞാനും മനസ്സിലിങ്ങനെ എന്താ പറയുക, അത്രയും സന്തോഷമാണ് ഇത് കാണുമ്പോൾ. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.
ഉണർന്നിടുവാൻ